നിശ്ചിത തുക ക്യാഷായിട്ട് ജ്വല്ലറിയിൽ കൊടുത്തിട്ട് അന്നത്തെ ഗോൾഡ് റേറ്റ് നോക്കി. അതായത് ഇത് ഒരുപാട് പ്രാവശ്യം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. സ്വർണം വാങ്ങിക്കുമ്പോൾ പല ഗോൾഡ് സ്കീമുകളിൽ മാസം മാസം നമ്മൾ അതിൻ്റെ പണം കൊടുത്തിട്ട് അതാത് മാസത്തെ റേറ്റിനനുസരിച്ചിട്ട് അവിടെ സ്വർണം ഇത്ര നിങ്ങൾക്ക് ഗ്രാമിൽ ലഭിക്കുമെന്ന് എഴുതി വെച്ച് അവസാനം എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് ശരിയല്ല. പ്രത്യേകിച്ചും സ്വർണ്ണത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വർണം അത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത് അതാത് മജ്ലിസിൽ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യം തീർക്കേണ്ടത്. സ്വർണം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ പൈസ കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. വിൽക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇതിന് ജ്വല്ലറിയിലാകട്ടെ അതല്ലാത്ത സ്ഥലങ്ങളിലാകട്ടെ സ്വർണം വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഒരിക്കലും നമ്മൾ ഡിലേ വരുത്താൻ പാടില്ല. അതേ മജ്ലിസിൽ നിന്ന് തന്നെ കാര്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത്തരം സ്കീമുകൾ വരുന്നത് നമ്മൾ നേരത്തെ അഡ്വാൻസ് പൈസ കൊടുക്കുകയാണ്, പിന്നെയാണ് സ്വർണം വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ കൊടുക്കുന്നതിന് പകരം നമ്മളത് വേറെ പൈസ ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്വർണം വാങ്ങേണ്ട പൈസ ആകുമ്പോൾ അപ്പോൾ എത്രയാണോ സ്വർണം കിട്ടുന്നത് അത് വാങ്ങിക്കുക, അതാണ് ചെയ്യേണ്ടത്.